ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന അണ്ടർ-17 വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ബ്രസീലും പോർച്ചുഗലും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ എത്തി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനൽ പ്രവേശനം സ്വന്തമാക്കാൻ പോർച്ചുഗലിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ആവേശഭരിതമായ ഒരു മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. ബ്രസീലിന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിക്കാനുള്ള ഒരു സുവർണാവസരം ലഭിച്ചിരുന്നു. പക്ഷെ അത് തുലച്ചു കളഞ്ഞുകൊണ്ടാണ് ബ്രസീൽ ഈ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നിശ്ചിത സമയത്ത് രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാനാവാതെ പോവുകയായിരുന്നു. രണ്ട് ടീമുകളും സമാനമായ രീതിയിലുള്ള പ്രകടനമാണ് പുറത്തെടുത്തത്. പ്രത്യാക്രമണങ്ങൾ നടന്നിരുന്നു. ബ്രസീലിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഗോളാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ 90 മിനിറ്റ് പൂർത്തിയായി. പിന്നീടാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ആദ്യത്തെ 4 പെനാൽറ്റികളും രണ്ട് ടീമുകളും ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. പിന്നീട് അഞ്ചാമത്തെ പെനാൽറ്റി എടുക്കാൻ പോർച്ചുഗീസ് ഗോൾ കീപ്പറായ കുഞ്ഞയായിരുന്നു വന്നിരുന്നത്. എന്നാൽ അദ്ദേഹം പുറത്തേക്കടിച്ച് പാഴാക്കി കളഞ്ഞു. അതോടുകൂടി ബ്രസീലിന് അവിടെ ഒരു അഡ്വാൻറ്റേജ് ലഭിച്ചു. എന്തെന്നാൽ ആ ഒരു പെനാൽറ്റി ഗോളാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ബ്രസീലിന് ഫൈനൽ പ്രവേശനം നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവസാന കിക്കെടുത്ത പാബ്ലോക്ക് പിഴച്ചു. അദ്ദേഹത്തിന്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിക്കുകയായിരുന്നു. ഇതോടുകൂടി പോർച്ചുഗലിന് ജീവൻ വെച്ചു എന്നുള്ളതാണ്. പിന്നീട് ബ്രസീലിന്റെ താരമായ കാൻഡിഡോക്ക് പിഴക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൽ പോർച്ചുഗൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. 5-6 ഗോളുകൾക്കാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇപ്പോൾ ബ്രസീലിനെ പോർച്ചുഗൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അവർ ഫൈനൽ പ്രവേശനം നേടി എന്നുള്ളതാണ്. നേരത്തെ നടന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇറ്റലിയെ പരാജയപ്പെടുത്താൻ ഓസ്ട്രിയക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ ഫൈനലാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഓസ്ട്രിയയും പോർച്ചുഗലും തമ്മിലാണ് ഈ ഒരു ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.